പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രവർത്തകർ ട്രെയിൻ തടയുന്നു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, വലിയ പ്രതിഷേധമാണ്. ഇത്തരത്തിലൊരു ട്രെയിൻ തടയൽ സമരം കേരളത്തിൽ തന്നെ ആദ്യമാണ് ഈ വിജ്ഞാപനത്തിന് ശേഷം തോന്നുന്നു, അല്ലേ? ഗോകുൽ, പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ കോഴിക്കോട് പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാവേലി എക്സ്പ്രസ് ആണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞിട്ടിരിക്കുന്നത്. 10:45 കൂടിയാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഇപ്പൊ ഏതാണ്ട് 20 മിനിറ്റിലധികമായി ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകർ ഇപ്പോൾ കൊടി വീശി കാണിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ റെയിൽവേ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് ഇപ്പോൾ ഉടൻ തന്നെ എത്തും. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് അറിയിക്കുന്നത്. ഏതാണ്ട് 100-ലധികം പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. എന്തൊക്കെ തുടർ സമരങ്ങളിലൂടെ തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ തടയാനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സമര പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ് യുവജന സംഘടനകൾ ഉൾപ്പെടെ. ഇന്ന് വൈകിട്ട് യൂത്ത് ഡിവൈഎഫ്ഐയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം, പന്തം കൊളുത്തിയുള്ള പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പിടിയും കൂടി കടന്ന് ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 20 മിനിറ്റിലേറെയായി ഇപ്പോൾ ഈ ട്രെയിൻ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം ട്രെയിൻ ഇവിടെ നിന്നും കടത്തിവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം, ട്രെയിൻ തടഞ്ഞുള്ള ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആ സമരമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, രാഹുൽ, മുമ്പ് ഏതാണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത്, നിയമം പാസ്സാക്കുന്ന സമയത്ത്, ബില്ല് പാസ്സാക്കുന്ന സമയത്തൊക്കെ സമാനമായ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. അത്തരത്തിൽ തുടർ സമരങ്ങൾക്കാണോ ഈ യുവജന സംഘടനകളുടെ പദ്ധതി? ഗോകുൽ, ഇന്ന് വൈകിട്ട് ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം സമാധാനപരമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അല്പം കടന്നുകൊണ്ടാണ് ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ മാവേലി എക്സ്പ്രസ്, മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാവേലി എക്സ്പ്രസ് തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ട്രെയിൻ തടഞ്ഞുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നതിനെതിരെയാണ്, നിയമത്തിനെതിരെയാണ് പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നു. വരും ദിവസങ്ങളിലും തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് LDF-ഉം UDF-ഉം യുവജന സംഘടനകളും പ്രഖ്യാപിച്ചിരിക്കുന്നത്.